നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഉക്രൈനിൽ വിമാനത്തെ അബദ്ധത്തിൽ വെടിവെച്ചിട്ടതാണെന്ന് അധികൃതരുടെ കുറ്റസമ്മതത്തെ തുടർന്ന് ഇറാനിൽ പുതിയ പ്രതിസന്ധി രൂപം കൊണ്ടിരിക്കുകയാണ്. അമേരിക്കയ്ക്കെതിരെ രോഷവുമായി തെരുവിലിറങ്ങിയ ജനത ഖമയേനിയുടെ രാജി ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ പ്രതിഷേധിക്കുന്നത്. ആയിരക്കണക്കിന് ആളുകൾ സർക്കാരിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വാർത്താ ഏജൻസികളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഖമയേനിയുടെ രാജി ആവശ്യപ്പെട്ട് ജനങ്ങൾ തെരുവിലിറങ്ങുന്നതിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പോസ്റ്റ് ചെയ്യപ്പെട്ടു വരുന്നുണ്ട്. ഇന്നലെയാണ് ഉക്രൈനിന്റെ യാത്രാവിമാനം ആക്രമണത്തിൽ തകർന്നതെന്ന് ഇറാൻ കുറ്റസമ്മതം നടത്തിയത് തന്നെ. കഴിഞ്ഞ 2 ദിവസം മറ്റ് രാജ്യങ്ങൾ ഇക്കാര്യം ആരോപിച്ചപ്പോൾ നിഷേധിക്കുകയാണ് ഇറാൻ ചെയ്തിരുന്നത്. 176 പേരുടെ മരണത്തിനിടയാക്കിയ കയ്യബദ്ധം സർക്കാരിന് പുതിയ വെല്ലുവിളി സൃഷ്ടിച്ചിരിക്കുകയാണ്. ആയിരങ്ങളാണ് സർക്കാരിനെതിരെ ഇതോടെ രംഗത്ത് വന്നിരിക്കുന്നത്. കമാൻഡർ ഖമേനി രാജിവെക്കുകയെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇറാനിൽ സംഘർഷാവസ്ഥ നിലനിൽക്കെ എന്തിനാണ് വിമാനത്തെ പറന്നുയരാൻ സമ്മതിച്ചതെന്ന ചോദ്യവുമായി പ്രതിഷേധക്കാർ ചോദിക്കുന്നത്. വിപ്ലവകരമായ മുദ്രാവാക്യങ്ങളുമായി തെരുവിലിറങ്ങിയ വിദ്യാർത്ഥികളെ പിരിച്ചുവിടാൻ പോലീസ് ബലം പ്രയോഗിച്ചുവെന്ന് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. വിധ്വംസക സ്വഭാവമുള്ള മുദ്രാവാക്യങ്ങളാണ് വിദ്യാർത്ഥികൾ വിളിച്ചതെന്നും ഇറാൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഇറാനിൽ ഖമേനിക്കെതിരായ പ്രതിഷേധം അസാധാരണമാണ്. പ്രതിഷേധക്കാരെ പിന്തുണച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്വീറ്റ് ചെയ്യുകയുണ്ടായി. 2 സർവകലാശാലകൾ കേന്ദ്രീകരിച്ചാണ് പ്രകടനം നടന്നതെന്ന് BBC-യുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. വിമാനം തകർത്തവർക്കെതിരെയും അത് മറച്ചുവെക്കാൻ ശ്രമിച്ചവർക്കെതിരെയുമായ മുദ്രാവാക്യങ്ങളാണ് പ്രകടനത്തിൽ മുഴച്ചു നിൽക്കുന്നത്. അങ്ങനെ കള്ളം പറയുന്നവരെ കൊല്ലുക എന്ന പ്രതിഷേധക്കാർ ആർപ്പ് വിളിക്കുന്നുണ്ട്. അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറിയും പ്രകടനത്തിന്റെ ദൃശ്യങ്ങൾ ട്വീറ്റ് ചെയ്യുകയുണ്ടായി. ബുധനാഴ്ച തന്നെ വിമാനം അബദ്ധത്തിൽ വെടിവെച്ചിട്ടതാണെന്ന കാര്യം സർക്കാരിനെ അറിയിച്ചിരുന്നുവെന്ന് റെവല്യൂഷണറി ഗാർഡ് കമാൻഡർ അറിയിക്കുകയുണ്ടായി. എന്നാൽ ഇതിനുശേഷവും ഇക്കാര്യം വെളിപ്പെടുത്താൻ ഇറാൻ തയ്യാറായില്ലെന്ന് മാത്രമല്ല, അത്തരം ആരോപണങ്ങൾ മറ്റ് രാജ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ നിഷേധിക്കുകയായിരുന്നു ചെയ്തത്. പെട്രോൾ വില വർദ്ധിച്ചപ്പോൾ കഴിഞ്ഞ നവംബറിൽ ജനങ്ങൾ തെരുവിലിറങ്ങിയത് ശേഷം ഇതാദ്യമായാണ് ഇത്ര വലിയ തോതിൽ ഇറാനിൽ ജനങ്ങൾ സർക്കാരിനെതിരെ രംഗത്തെത്തുന്നത് തന്നെ. വിമാനം തകർത്തതിനെ കുറിച്ച് വിശദമായ അന്വേഷണത്തിന് ഇറാൻ തയ്യാറാകണമെന്ന് കാനഡ ആവശ്യപ്പെടുകയുണ്ടായി. 63 കാനഡക്കാരായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത്. നഷ്ടപരിഹാരം നൽകാൻ ഇറാൻ തയ്യാറാകണമെന്ന് ഉക്രൈൻ ആവശ്യപ്പെടുകയുണ്ടായി. ഇതേ തുടർന്ന് സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിമാനത്താവളം അടച്ചിടാൻ തയ്യാറാകണമായിരുന്നുവെന്ന് ഉക്രൈൻ എയർലൈൻസ് പറയുകയുണ്ടായി. വിമാനം അബദ്ധത്തിൽ വെടിവെച്ചിട്ടതാണെന്ന് ഇറാന്റെ കുറ്റസമ്മതം വലിയ അന്താരാഷ്ട്ര സമ്മർദ്ദത്തിലേക്കാണ് രാജ്യത്തെ എത്തിച്ചിരിക്കുന്നത്. ജനുവരി 3 അമേരിക്കൻ ആക്രമണത്തിൽ ഇറാൻ ജനറൽ ഖാസിം സുലൈമാനി കൊല്ലപ്പെട്ടതിനെ തുടർന്നാണ് പശ്ചിമേഷ്യയിൽ സംഘർഷാവസ്ഥ ഉണ്ടായത് തന്നെ. ഇതിനുശേഷം ഇറാഖിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമണം നടത്തിയിരുന്നു. ഇതിനിടെയാണ് ഉക്രൈൻ വിമാനം തകർന്നു വീണത്. ഇതാണ് അസാധാരണ സ്ഥിതി സൃഷ്ടിക്കുകയും ഇറാന്റെ ഖേദ പ്രകടനത്തിനും കാരണമായി മാറിയിരിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.